വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാളിൽ ഒരുങ്ങുന്ന നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവസാനമായി ഉച്ചരിച്ചുകൊണ്ട് തൻ്റെ 24 വർഷത്തെ ഇഹലോകവാസം പൂർത്തിയാക്കി 1897 സെപ്റ്റംബർ മാസം 30-ാം തീയതി ചെറുപുഷ്പം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചത് പ്രതീക്ഷയുടെ വലിയ പാഠങ്ങളായിരുന്നു. 15-ാമത്തെ വയസ്സിൽ കർമ്മല മഠത്തിന്റെ ആവൃത്തിക്കുള്ളിൽ പ്രവേശിച്ച ചെറുപുഷ്പം ഇന്ന് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയായും അതുപോലെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരോടൊപ്പം അഖില ലോക മിഷൻ മധ്യസ്ഥയായി ഉയർത്തപ്പെട്ടുവെങ്കിൽ അതിനവളെ പ്രാപ്തയാക്കിയത് ദൈവത്തോടുള്ള ശിശു സഹജമായ സ്നേഹമാണ്. തൻ്റെ സ്വയംകൃത ചരിത്രത്തിൽ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മെ നല്ല ദൈവത്തിന് പ്രീതിയുള്ളവരാക്കാൻ പ്രാപ്തിയുള്ളതായി സ്നേഹമല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. സ്നേഹമാകുന്ന ഈ ദിവ്യാഗ്നിയിലേക്ക് നമ്മെ നയിക്കുന്ന ഏക മാർഗം എനിക്ക് കാണിച്ചു തരുവാൻ യേശു തിരുമനസ്സായി. സ്വപിതാവിന്റെ കരങ്ങളിൽ ഭയമില്ലാതെ ഉറങ്ങുന്ന കൊച്ചു കുഞ്ഞിന്റെ ആത്മാർപ്പണമാണ് പ്രസ്തുത മാർഗം. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം, നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അപ്പന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പം ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളാണ് നമ്മളെ മുറുകെ പിടിക്കുന്നതെന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളെ മുറുകെ പിടിക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ തമ്പുരാന്റെ കരങ്ങളുള്ളിടത്തോളം കാലം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനും ഭാഗ്യവതിയും ഞാനും നിങ്ങൾ ഓരോരുത്തരുമാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രം: ആ പിതാവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങൾ വെച്ചു കൊടുക്കുക. കൊച്ചു ത്രേസ്യ തൻ്റെ സ്നേഹമാകുന്ന റോസാപുഷ്പങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സമൃദ്ധിയായി ചൊരിയട്ടെ.